നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തനുണർവ്. ആനിക്കാട് ചിറ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. 1.5 കോടി രൂപ മുടക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത മാത്യു കുഴൽനാടൻ MLA. ആനിക്കാടും ആനിക്കാട് ചിറയും മേഖലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായി മാറുമെന്ന് പ്രതീക്ഷ. യുവ കർഷകരെ ആകർഷിക്കുവാൻ കൂടുതൽ പദ്ധതികളുമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര ഇൻസെന്റീവ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. പ്രസിഡന്റ് നജീർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. 25 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷൻ സമഗ്ര വികസനത്തിന് ആലോചനാ യോഗം നടത്തി. പായിപ്പട പഞ്ചായത്ത് ഹാളിലാണ് യോഗം ചേർന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗര റോഡ് ഉദ്ഘാടനം മാറ്റിവെച്ചതായി മാത്യു കുഴൽനാടൻ MLA. നവീകരിച്ച റോഡുകൾ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. എല്ല് കൃഷി അടുത്തറിഞ്ഞ സെന്റ് പീറ്റേഴ്സ് കോളേജ് വിദ്യാർത്ഥികൾ എല്ല് കൃഷിയും വിളവെടുപ്പും വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. മാറാടി കുന്നപ്പിളിൽ എൽദോ KM കൃഷിയിടത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വൈസ്മെൻ ക്ലബ് ഓഫ് മൂവാറ്റുപുഴ സൗജന്യ 100 ഡയാലിസിസ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. വൈസ്മെൻ MD കുര്യന് നൽകി. റീജിയണൽ സെക്രട്ടറി വൈസ്മെൻ ബെന്നി പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രഭാഷാ വിദ്യാർത്ഥികളിൽ പരിപോഷിപ്പിക്കൽ. പേടിക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ ഹിന്ദി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ഹിന്ദി സെല്ലിന്റെ നേതൃത്വത്തിലാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. കിണറ്റിൽ വീണ പശുവിനെ രക്ഷകരായി മൂവാറ്റുപുഴ ഫയർഫോഴ്സ്. 30 എടുത്താഴ്ചയുള്ള കിണറ്റിൽ വീണ പശുവിനെ രക്ഷപ്പെടുത്തി. ആനിക്കാട് റബ്ബർ തോട്ടത്തിലെ ആൾമറയില്ലാത്ത 30 എടുത്താഴ്ചയുള്ള കിണറ്റിലാണ് പശു വീണത്. വാർത്തകൾ വിശദമായി. 1.5 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ആനിക്കാട് ചിറ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന ആനിക്കാട് ചിറ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ചിറ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. ഇനി ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലേഖനം വായിച്ചപ്പോൾ എന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വലിയൊരു സാമ്പത്തിക ശാസ്ത്രം ഞാൻ വായിക്കാനിടയായി. സാമ്പത്തിക ശാസ്ത്രം വായിച്ചത് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പൊതു ഇടങ്ങൾ നന്നാക്കാതെ വരുമ്പോൾ അത് സമ്പദ്ഘടനയെ ബാധിക്കുമെന്നുള്ളൊരു കണ്ടെത്തലാണ് എൻ്റെ അടുത്തുള്ളത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശരാശരി നമ്മുടെ നാട്ടിൽ വീട്ടിൽ നിന്നും വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എത്ര സമയം പുറത്ത് സ്പെൻഡ് ചെയ്യാൻ കഴിയും? അപ്പം അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി പറഞ്ഞേക്കുന്നത്, അമേരിക്കയിലെ ഒരാൾ വൈകിട്ട് ഒരു ഈവനിങ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് കുളിച്ചിട്ട് പുറത്തിറങ്ങിയാൽ അവരൊരു 4-5 മണിക്കൂറെങ്കിലും അവർക്ക് പുറത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം അത് നടക്കുമ്പോൾ അവർ പിന്നീട് ഉറക്കത്തിൻ്റെ ഘട്ടമാകുമ്പോഴാണ് അവർ മടങ്ങി വരും. ആ സമയത്തിനോടൊക്കെ ശരാശരി ഒരു അമേരിക്കക്കാരൻ ഒരുപക്ഷെ ഒരു $30 മുതൽ $80 വരെ ഏറ്റവും ചുരുങ്ങിയ നിലയിൽ ഓൺ ആൻ ആവറേജ് ചിലവഴിക്കും. ആ പോണ വഴിക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കും, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കും, അല്ലെങ്കിൽ അവിടെ ഇരിക്കും, കുറച്ച് വൈകും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ബിയർ കഴിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നിലയിലൊക്കെ ഓൺ ആൻ ആവറേജ് നോക്കുമ്പോൾ 80. നമ്മുടെ നാട്ടിൽ അതുപോലെ ഒരു സായാഹ്നത്തിൽ വൈകുന്നേരം വീട്ടിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു 8-9 മണി കൂടുതൽ ആരും പുറത്ത് നിൽക്കില്ല. ഞാൻ ഒരു നോർമൽ കുട്ടികളുടെ കാര്യമെല്ലാം പറഞ്ഞു. കാരണം അങ്ങനെ ഇതില്ല. ഇവിടെ വന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോയി ആരുമില്ല. ചുമ്മാ അറിഞ്ഞു കിടക്കുന്ന കടയിൽ ആരെങ്കിലും വന്ന് ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെ ആനിക്കാട് വന്നിരിക്കില്ല. മികച്ച രീതിയിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ചിറയ്ക്കും ചുറ്റും സുരക്ഷിതമായ ഫെൻസിംഗ്, സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ചെടികളും പൂന്തോട്ടവും, രാത്രികാലങ്ങളിൽ ലൈറ്റിംഗ് സംവിധാനങ്ങൾ, സന്ദർശകർക്ക് വിശ്രമിക്കാൻ ബെഞ്ചുകൾ, ആധുനിക രീതിയിലുള്ള കഫ്റ്റേരിയ, നടത്തത്തിനായി അനുയോജ്യമായ നടപ്പാത, കുട്ടികൾക്കായി പ്രത്യേകം കളിസ്ഥലം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് ചിറ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷെൽമി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, ബിന്ദു ജോർജ്, വൈസ് പ്രസിഡന്റ് ഫെമിന അഷ്റഫ്, മെമ്പർമാരായ ഷിബു ജോസ്, ഷാനവാസ് KV, KB നിസാർ, ഷിജിന മൻസൂർ, സൗമ്യ ജോൺ, ശിവൻ അയ്യപ്പൻ, രമ്യ ലിയോ, ഷിൻസ് മോൻ, ഡൊമിനിക് ജോൺ, ജീന ഫ്രാൻസിസ്, ഷെഹിന നിസാർ, സോഫിയ ബെന്നി, മണ്ഡലം പ്രസിഡന്റ് ഷെഫാൻ VS, UDF ചെയർമാൻ ജോർജ് തെക്കുമുറം തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതി പൂർത്തിയാകുന്നതോടെ ആനിക്കാടും ആനിക്കാട് ചിറയും മേഖലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി മാറുമെന്നാണ് പ്രതീക്ഷ. യുവ കർഷകരെ ആകർഷിക്കുവാൻ കൂടുതൽ പദ്ധതികളുമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ക്ഷീര ഇൻസെന്റീവ് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് നജീർ ഷാനവാസ് നിർവഹിച്ചു.
മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് തുടക്കമായി. അപ്കോസ് അസോസിയേഷൻ പ്രസിഡന്റ് റിജു സെബാസ്റ്റ്യന് 25 ലക്ഷം രൂപ നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ് ക്ഷീര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ക്ഷീര ഇൻസെന്റീവ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യുവ കർഷകരെ കൂടുതലായി ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കുന്നതായി നജി ഷാനവാസ് പറഞ്ഞു. നമുക്കറിയാം, 1 ലിറ്റർ പാല് അത് സംഘങ്ങളിൽ കൊണ്ടുപോയി അളന്നു കഴിഞ്ഞ് അവരെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശരാശരി വേതനം ആ 1 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെലവാകുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോ നമ്മുടെ ഈ വേനൽക്കാലം കൂടി കടന്നതോടുകൂടി ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ തീറ്റപ്പുല്ല് അതിന്റെ രൂക്ഷ ക്ഷാമം മൂലം വളരെയധികം പ്രതിസന്ധി ഇന്ന് കർഷകർ നേരിടുന്നുണ്ട്. വേനല് കടുക്കുന്ന മാസങ്ങളായി മാർച്ച്, ഏപ്രിൽ, മെയിലൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് കച്ചി വാങ്ങിയാണ് നമ്മുടെ ഈ പശുക്കൾക്ക് നൽകുന്നത്. അതും നമ്മുടെ ഈ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പശുക്കൾക്ക് ഉണ്ടാകുന്ന അകിടുവീക്കം പോലെ, അതുപോലെ തന്നെ കാൽസ്യക്കുറവ്, ഇവയും കൂടി ആവുമ്പോൾ ക്ഷീര കർഷകര് ആകെ അപകടത്തിലാവുകയാണ്. 25 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 29 ക്ഷീരസംഘങ്ങളിലെ 1200 കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. 1 ലിറ്റർ പാലിന് 3 രൂപയാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. പരമാവധി 40,000 രൂപ വരെ ഒരു കർഷകന് ലഭിക്കും. 32 കർഷകർക്കാണ് 40,000 രൂപ വരെ ലഭിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിസന്ധികൾ നേരിടുന്ന ക്ഷീര കർഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന പിന്തുണയാണ് പദ്ധതിയെന്ന് സാബു ജോൺ പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജെയ്സ് ജോൺ, ലിസി ജോളി, സുലേഖ മക്കാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോർജ്, സുഭാഷ് കടക്കോട്, ഫൈസൽ വടക്കനേത്ത്, സഹീറ മജീദ്, സെക്രട്ടറി പ്രതീക്ഷ PV, മൂവാറ്റുപുഴ അപ്കോസ് അസോസിയേഷൻ പ്രസിഡന്റ് റിജു സെബാസ്റ്റ്യൻ, ടോയ്സ് കെ ജോർജ്, ക്ഷീരവികസന ഓഫീസർ സുപ്രിയ ദേവി എന്നിവർ പ്രസംഗിച്ചു. മേഖലയിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ക്ഷീര കർഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതികൾ പ്രയോജനം ചെയ്യും. വരും വർഷങ്ങളിൽ പദ്ധതിക്കായി കൂടുതൽ തുക അനുവദിക്കും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പായിപ്പട പഞ്ചായത്തിലെ നെൽകർഷകരുടെയും സാധാരണ കർഷകരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെ പദ്ധതികൾ എവിടേക്കാണ് നടപ്പിലാക്കേണ്ടതെന്ന് ആലോചിക്കുന്നതിനായി പഞ്ചായത്ത് ഹാളിൽ ആലോചനാ യോഗം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു. പായിപ്ര, വാളകം, മാറാടി പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളിലെ തോടുകളിലെയും കുളങ്ങളിലെ മണ്ണ് നീക്കം ചെയ്യൽ, പാർശ്വഭിത്തി നിർമ്മാണം, ആവശ്യമായ സ്ഥലങ്ങളിൽ ട്രാക്ടർ വേ നിർമ്മാണം, മുളവൂർ തോട്ടിലെ മണ്ണ് നീക്കം ചെയ്ത് ഇരുവശങ്ങളിലും കെട്ടി നടപ്പാത നിർമ്മാണം, ആവശ്യമായ സ്ഥലങ്ങളിൽ ചെക്ക് ഡാം നിർമ്മാണം നടത്തി കൃഷിക്കും ടൂറിസത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ വികസനം, കർഷകർക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി, ചിറകൾ ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കാനുള്ള നിർമ്മാണ പദ്ധതികൾ, കർഷകർക്ക് കനാൽ വെള്ളം എത്തിക്കുന്നതിനായി ലീഡിംഗ് ചാനൽ നിർമ്മാണം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന സമഗ്ര പദ്ധതി നബാർഡ് മുഖേന നടപ്പിലാക്കുന്നതിനായി പായിപ്ര പഞ്ചായത്ത് ഹാളിൽ ആലോചന യോഗം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ പ്രദേശത്തും നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി വിലയിരുത്തി അത് ആ പദ്ധതിയുടെ അടങ്കലിൽ വരാൻ കഴിയുന്ന തരത്തിൽ ആ പദ്ധതി ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടി നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കുന്നതിനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കടക്കുന്നതിനുമൊക്കെ ഒട്ടേറെ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമുണ്ടാകില്ല. പക്ഷേ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പ്രപ്പോസലിൽ നാം ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നീട് അത് ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഈ പ്രാരംഭ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പായിപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് KP ജോയ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിജ സലാം, PM അബൂബക്കർ, ജൂബി ബഷീർ, മെമ്പർമാരായ KH സിദ്ദിഖ്, MC വിനയ, അബ്ദുൽ കരീം തുടങ്ങിയ മെമ്പർമാരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൂവാറ്റുപുഴ നഗര റോഡിന്റെ ഉദ്ഘാടനം മാറ്റിവെച്ചതായി മാത്യു കുഴൽനാടൻ MLA. നവീകരിച്ച റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് തിങ്കളാഴ്ച രാവിലെ 10-ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. മൂവാറ്റുപുഴ നഗരവികസന പദ്ധതിയിലെ നഗര റോഡിന്റെ ഉദ്ഘാടനം മാർച്ച് 9-ാം തീയതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചതായി മാത്യു കുഴൽനാടൻ MLA. വെള്ളിയാഴ്ച 4-ന് മുഖ്യമന്ത്രി ഓൺലൈനായി നടത്താനിരുന്ന ഉദ്ഘാടനമാണ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചതായി MLA അറിയിച്ചത്. നഗരത്തിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാകുന്നതിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 45 കോടി രൂപ മുടക്കിയാണ് റോഡ് നവീകരിച്ചത്. MC റോഡ് കടന്നുപോകുന്ന PO ജംഗ്ഷൻ മുതൽ വെള്ളൂർക്കുന്നം വരെയുള്ള 4 വരി റോഡ് KRFB ആണ് നിർമ്മിച്ചത്.
മൂവാറ്റുപുഴ നഗരത്തിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാകുന്ന റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് തിങ്കളാഴ്ച രാവിലെ 10-ന് ഓൺലൈനായി നിർവഹിക്കും. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജിന്റെയും സെന്റ് പീറ്റേഴ്സ് കോളേജ് ബോട്ടണി വകുപ്പിന്റെയും ബയോഡൈവേഴ്സിറ്റി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ വടക്കൻമാറാടി കുന്നപ്പിളിൽ എൽദോ കെഎമ്മിന്റെ കൃഷിയിടത്തിൽ കോളേജിലെ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് വേണ്ടി എള്ള് കൃഷിയും വിളവെടുപ്പും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. അന്യം നിന്ന് പോകുന്ന എള്ള് കൃഷി പ്രോത്സാഹിപ്പിക്കുകയും എള്ളിന്റെയും അനുബന്ധ ഉത്പന്നങ്ങളുടെയും ഗുണവും പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ റോട്ടറി ക്ലബ്ബ് ആസൂത്രണം ചെയ്ത് നടത്തിയ പരിപാടിയിൽ ഡിഗ്രി PG വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുകയും എള്ള് വിളവെടുപ്പിൽ പങ്കുചേരുകയും വിളവെടുത്തവ തല്ലിക്കൊഴിച്ച് എള്ള് വേർതിരിച്ചെടുക്കുകയും ചെയ്തു. പരിശീലന പരിപാടിക്ക് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോൺസി മണിത്തോട്ടം, എൽദോ KM, ബോട്ടണി വകുപ്പ് മേധാവി ഡോക്ടർ എബ്രഹാം മാത്യു, ഡോക്ടർ സിന്ധു N, രമ്യ, ക്യാപ്റ്റൻ ജിൻ അലക്സാണ്ടർ, ഡോക്ടർ അരുൺ എന്നിവരും സ്ഥലത്തെ മുതിർന്ന കർഷകരും പങ്കെടുത്തു. വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴയുടെ സൗജന്യ 100 ഡയാലിസിസ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയണിലെ ഡിസ്ട്രിക്ട് 5-ൽ പുതുതായി രൂപീകരിച്ച വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴയുടെ ഉദ്ഘാടനം റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ PJ കുര്യാച്ചൻ നിർവഹിച്ചു. സ്പോൺസർ ക്ലബ്ബായ വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് ഐരാപുരത്തിന്റെ വൈസ് പ്രസിഡന്റ് വൈസ്മെൻസ് സെലീന പൗലോസ് അധ്യക്ഷത വഹിച്ചു. ക്ലബിന്റെ 2025-26 വർഷത്തെ മേജർ പ്രോജക്റ്റായ നിർധന കുടുംബങ്ങൾക്കുള്ള സൗജന്യ 100 ഡയാലിസിസ് പദ്ധതിയുടെ ഉദ്ഘാടനം വൈസ്മെൻ MD കുര്യന് നൽകിക്കൊണ്ട് റീജിയണൽ സെക്രട്ടറി വൈസ്മെൻ ബെന്നി പോൾ നിർവഹിച്ചു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. രാഷ്ട്രഭാഷയായ ഹിന്ദി വിദ്യാർത്ഥികളിൽ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ഹിന്ദി സെല്ലിന്റെ നേതൃത്വത്തിൽ പെരിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ കൊച്ചി കപ്പൽശാല ഹിന്ദി വിഭാഗം മാനേജർ സരിത G, CSR മാനേജർ യൂസഫ് AK, ഗീത KN എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ ഹിന്ദി ഭാഷാ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും വായനാശീലം കുട്ടികളിൽ വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ ഹെഡ് മിസ്റ്റർ സഫീന A, അധ്യാപകരായ ജബിനാമോൾ TJ, ഷിനോ സുധൻ, സബിത PE, വിദ്യാർത്ഥികളായ ഐഷുത്തുൽ ഫർഹാന, സനിൽ സജി എന്നിവർ ചേർന്ന പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കിണറ്റിൽ വീണ പശുവിനെ രക്ഷകരായി മൂവാറ്റുപുഴ ഫയർഫോഴ്സ്. ആനിക്കാട് 30 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണ പശുവിനെ രക്ഷപ്പെടുത്തി മൂവാറ്റുപുഴ ഫയർഫോഴ്സ്. ആനിക്കാട് ചിറപ്പടിയിൽ കോഴിപ്ലാർക്കുടിയിൽ ദാമോദരൻ ഇളയതിന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ ആൾമറയില്ലാത്ത 30 അടി താഴ്ചയുള്ള കിണറ്റിലാണ് പശു വീണത്. വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൂവാറ്റുപുഴ ഫയർഫോഴ്സ് ഏകദേശം 1 മണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് നാട്ടുകാരുടെ സഹായത്തോടെ പശുവിനെ രക്ഷപ്പെടുത്തിയത്. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. പ്രാക്കാട് പാറയിൽ സോമൻ 70 നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 3-ന് മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനത്തിൽ നടത്തപ്പെട്ടു. ഭാര്യ ചെല്ലമ്മ, പൈങ്ങോട്ടോട് വള്ളോമാക്കിൽ കുടുംബാംഗം, മക്കൾ ബിജു, ബൈജു, മരുമക്കൾ സൗമ്യ, രേഖ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.